ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനിവാര്യമായ സുപ്രധാനമായ മുദ്രാവാക്യമാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, ഇഹ്സാനുള്ളവനാവുക എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. അല്ലാഹു കാണുന്നുണ്ട് എന്ന നിയ്യത്തോടുകൂടെ അല്ലാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുക എന്നതാണ്. ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും സിട്ടാവായ റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിതത്തിലെ അമലുകളെ, നന്മകളെ തിട്ടപ്പെടുത്താൻ സാധിക്കുക. ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ നിഅമത്ത് ഈമാനാണെങ്കിൽ ആ ഈമാൻ ലഭിച്ച ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തഖ്വയോടുകൂടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പലയിടങ്ങളിലായി അമ്പിയാക്കളുടെയും മഹാന്മാരായ മുൻഗാമികളുടെയും പ്രാർത്ഥനകളെ കുറിച്ച് പറയുമ്പോൾ ആ മഹാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നീ കണ്ണി ചേർക്കണേ എന്ന ദുആ ഖുർആൻ അടക്കം എടുത്തു പറഞ്ഞത്. അതിന് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് എല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സമർപ്പിതമായ ജീവിതം ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നൊരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സമയം നോക്കുന്നതിന്റെ മുമ്പ് നേരം വെളുത്ത് കണ്ണ് തുറന്ന് ബോധം തെളിയുമ്പോൾ തന്നെ ഒരു ഈമാനുള്ള മുഅ്മിനിന് ആദ്യം പറയാനുള്ളതും ആദ്യം ചെയ്യാനുള്ളതും ആദ്യം ആലോചിക്കാനുള്ളതും ഇതുവരെ ഉറങ്ങിക്കിടന്ന എനിക്ക് വീണ്ടും എഴുന്നേൽക്കാൻ ഭാഗ്യം തന്ന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. സമയം നോക്കലും കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകലൊക്കെ പിന്നെയാണ്. ബോധം തെളിഞ്ഞ ഉടനെ അവൻ അല്ലാഹുവിനോട് പറയേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. രാത്രിയിൽ കിടന്നപ്പോൾ ഉറക്കം തന്ന രോജാവായ സിട്ടാവായ അല്ലാഹ്, രാത്രിയിൽ കിടക്കുന്ന സമയമായിട്ടും സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും രാത്രിയിൽ ഉറക്കം കിട്ടാത്ത എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ ഭൂമിയിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു സമയം ഉറങ്ങണം എന്നാഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ശരീരത്തിന് ഉറക്കം തീരെ കിട്ടുന്നില്ല. ഇതിന്റെ പേരിൽ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ഒരു മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം എന്ന് ചിന്തിച്ച് ഒരു മണിക്കൂർ ഉറക്കം കിട്ടുന്ന മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കിടക്കുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ പേരിൽ
ഉറക്കം കിട്ടാതെ കിടക്കുന്നവരുണ്ട്. അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണ്! രാത്രിയിൽ കിടന്നപ്പോൾ ഉറക്കം തന്ന രാജാവാണ് അള്ളാഹ്. ആ റബ്ബിനെ സ്മരിക്കുകയാണ് ഈമാനുള്ള മുഅ്മിൻ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. രാത്രിയിൽ കിടന്നപ്പോൾ ഉറക്കം തരുകയും ആ ഉറക്കം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എഴുന്നേൽക്കാനും ഭാഗ്യം തന്ന അള്ളാഹ്. രാവിലെ സ്വപ്നത്തിൽ കിടന്നതിന്റെ ശേഷം രാവിലെ വിളിച്ചു നോക്കുമ്പോൾ എന്നേക്കുമായി മരിച്ചു കിടക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ പത്രത്തിലും അല്ല അനുഭവത്തിലും നമുക്ക് ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് ഉണരാനുള്ള ഭാഗ്യം തന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഈമാനുള്ള മുഅ്മിൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അല്ലാഹുവിന് ശുക്ർ ചെയ്ത് നന്ദി ചെയ്തിട്ടാണ് അവന്റെ ജീവിതം പുലരുന്നത്. ഇതൊരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സൽസ്വഭാവമാണ്. അതുകൊണ്ടാണ് മഹാനായ അബുൽ ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജീവിതത്തിൽ 7 കലിമത്തുകളെ മുറുകെ പിടിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഫഹുവ ശരീഫുൻ ഇൻദല്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. വൽ മലായിക, മലക്കുകളുടെ അടുക്കലും വലിയ ബഹുമാനമുള്ളവനാണ്. അങ്ങനെ 7 കാര്യങ്ങളിൽ നല്ല ബോധമുള്ളവനാണെങ്കിൽ, 7 കലിമത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ, അവനിക്ക് ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് ലോകത്ത് അവനെല്ലാ ചെയ്തു പോയ തെറ്റുകളും അവന് പുറത്തു കൊടുക്കാൻ അത് കാരണമാണ്. വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, അതേ കടലിലെ തിരമാലകളോളം വിശാലമായ തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലും 7 കലിമത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന സ്വഭാവക്കാരനാണോ, അവന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളും പൊറുക്കപ്പെടാൻ അത് കാരണമായി പോയി. വയജിദു ഹലാവത്തൽ ഈമാൻ, അങ്ങനെ ജീവിക്കുന്ന ഈമാനുള്ള മുഅ്മിനാണോ അവനിക്കതാ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ ഹലാവത്ത് രുചി അവനിക്ക് എത്തിച്ചു പോയി. അല്ലാഹുവിനെ ഭയപ്പെടാനുള്ള ഭാഗ്യവും അവന് ലഭിച്ചു പോയി. വതകൂനു ഹയാതുഹു വമമാതുഹു ഖൈറാ. അങ്ങനെ 7 കലിമത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ജീവിതവും അവന്റെ മരണവും അവന് ഖൈറായി പോയി. അങ്ങനെയുള്ള 7 കലിമത്തുകൾ അവൻ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. മഹാനായ അബുൽ ലൈസ് റഹ്മത്തുള്ളാഹി നിങ്ങൾ പറയാണ്, അതിൽ ഒന്നാമത്തത് എന്താണ്? അവന്റെ ജീവിതത്തിൽ അവൻ മുറുകെ പിടിക്കേണ്ട ഒന്നാമത്തെ ആ കലിമത്ത് ഏതാണ്? അയ്യഖൂല ഇൻദ ഇബ്തിദാഇ കുല്ലി ശൈഇൻ ബിസ്മില്ലാഹ്. ഏതൊരു നന്മ ചെയ്യുമ്പോഴും, ഏതൊരു നന്മയ്ക്ക് വേണ്ടി അവൻ മുന്നോട്ട് കാലെടുത്തു വെക്കുമ്പോഴും, ഏതൊരു നന്മ അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴും, ഏതൊരു നന്മ അവൻ ചെയ്തു തുടങ്ങുമ്പോഴും, ഏതൊരു നന്മ മറ്റൊരാളെ മുന്നിൽ കാണിക്കുമ്പോഴും അവൻ അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നവനാണോ? ബിസ്മില്ലാഹ് എന്ന് റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ തുടക്കം കുറിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവനാണോ? അത് ആ 7 കലിമത്തിൽ ഏറ്റവും ബഹുമാനമുള്ളൊരു കലിമത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചവനാകാൻ കാരണമാണ് കേട്ടോ. എന്തുകൊണ്ടാണ്? ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ കലാമാണല്ലോ ഖുർആൻ. ആ ഖുർആനിന്റെ ബഹുമാനം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഖുർആൻ അള്ളാന്റെ കലാമാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, മുആദേ, പാരത്രിക ലോകത്ത് വിജയം വേണോ? ജീവിക്കുന്ന കാലം കഴിഞ്ഞ് മരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് ശുഹദാക്കളെ മരണം വേണോ? രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാരുടെ മരണം വേണോ? വഅയ്ഷ സുഅദാ, വിജയം കൈവരിച്ച മഹാന്മാരുടെ ജീവിതം വേണോ? പോരാ, യൗമലാ ദില്ല ഇല്ലാ ദില്ലു, ആ റബ്ബിന്റെ തണലല്ലാത്ത ഒരു തണലും കാരണമായി പോലും ഇല്ലാത്ത റബ്ബിന്റെ പാരത്രിക ലോകമുണ്ടല്ലോ, അവിടെ തണല് വേണോ മുആദേ?
അവിടെ വിജയം വേണോ മുആദേ? അദിമു ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനോത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പരിചയമില്ലേ നമുക്ക്? ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ആലിമാണ്. ശാഫി ഇമാം തങ്ങളുടെ ഇൽമിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പകലിൽ ഒരു വട്ടം ഖുർആൻ ഓതി തീർത്തുപോയി. അതാ ദിവസവും ഒരു ഖത്മോദിയിട്ട് ജീവിതത്തിൽ പതിവാക്കിപ്പോയി. റമദാനിൽ ഒരൊറ്റ ഖത്മ് തീർക്കാത്ത ദിവസങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറയാനില്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് ആളുകൾക്ക് ഈമാനുള്ള മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമദാനിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. ഖുർആൻ ഇറക്കപ്പെട്ട ഖുർആനിന്റെ വാർഷികമാണല്ലോ പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന മാസം. അതുകൊണ്ടാണല്ലോ റമദാനിനെ എത്ര നേരത്തെയാണ് മുഅ്മിനീങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അതിന് വരുന്ന മുസ്ലിയാർക്ക് സ്വാഗതം പറയുന്നത് പോലെയല്ല, നേരത്തെ സ്വാഗതം പറയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അതാ റജബ് മാസം ബറക്കലോടുകൂടെ തന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യാണ്. അല്ലാ, നീ ഞങ്ങൾക്ക് ശഅബാനിലും റജബിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. വരാ വബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമദാനിനെ എത്തിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആ റമദാനിൽ ഖുർആനോത്ത് വലിയ ബഹുമാനമുള്ള അമലാണ്. റമദാനിനെ സ്വീകരിക്കാൻ ഉമ്മമാരെ ശഅബാനിൽ എത്രത്തോളം നമുക്ക് ഖുർആനോത്തിനെ അധികരിപ്പിക്കാൻ കഴിയും, ഈ വിധത്തിൽ അധികരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആൻ ഓതുന്ന മനസ്സുകളുണ്ടല്ലോ, ഖുർആൻ ഓതുന്ന ഈമാനുള്ള ഉപ്പമാരുണ്ടല്ലോ, അവർ ഈമാനോടുകൂടെ ഖുർആൻ ഓതുന്ന ഉപ്പമാരാണെങ്കിൽ അവർ വലിയ ബഹുമാനമുള്ളവരാ. അവർക്കതാ നല്ല മധുരനാരങ്ങ പോലെ നല്ല സ്മെല്ലും നല്ല രുചിയും അല്ലാഹു നൽകിയ മധുരനാരങ്ങ പോലെ അവരുടെ ജീവിതത്തിൽ വലിയ മഹത്വമുണ്ടാകാൻ, ദുനിയാവിലും ആഖിറത്തിലും വലിയ ബഹുമതി കിട്ടാൻ ഖിറാഅത്തുൽ ഖുർആൻ കാരണമായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഖുർആനോത്തിനെ എത്ര അധികരിപ്പിക്കാൻ കഴിയോ അത്രയും അധികരിപ്പിക്കണമെന്നത് ഞാൻ വഅദ് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ ഖുർആനിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ്. ലോകത്ത് ഏത് നന്മകൾ തുടങ്ങുന്നുണ്ടെങ്കിലും അള്ളാന്റെ കലാമ് തുടങ്ങാൻ അള്ളാഹ് സെലക്ട് ചെയ്ത ഈ ആയത്തുണ്ടല്ലോ, അത് ജീവിതത്തിൽ പകർത്തല് സുന്നത്താണ്. ഏത് നന്മകൾ നമ്മൾ ചെയ്യാൻ ഇറങ്ങുന്നുണ്ടോ, രാവിലെ ജോലിക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്, ജോലി തുടങ്ങാൻ വേണ്ടി പോവാണ്, ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിക്കോ. അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ ഏത് നന്മ ചെയ്യുന്നുണ്ടോ, എടുത്തു വെച്ച ക്യാഷിൽ നിന്ന് നമ്മൾ പണം ചെലവഴിക്കാണ്. അത് ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ പോലും, എങ്ങനെയാണ് നമ്മൾ പണം ചെലവഴിക്കുന്നതെങ്കിൽ പോലും നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് ചെലവഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, തിന്മയല്ലാത്ത ഏതൊരു നന്മ ചെയ്യുമ്പോഴും നിങ്ങൾ അള്ളാന്റെ പേരിൽ തുടങ്ങിക്കോ. മഹാനായ അബുല്ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി, അബുല്ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയാണ്, ഫഹുവ ശരീഫുൻ ഇൻദല്ലാഹ്, റബ്ബിന്റെ അടുക്കൽ വലിയ ബഹുമാനം കിട്ടാൻ അത് കാരണമായി പോയി. പോരാ, പല ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി പോയി. വയജിദു ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എത്തിക്കാൻ അത് കാരണമായി പോയി. അവന്റെ ജീവിതവും മരണവും അവന് ഖൈറാകാൻ കാരണമാകുന്ന ഒരു കലിമത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഏത് നന്മ ചെയ്യുമ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവമാണ് ബിസ്മിയോടുകൂടെ തുടങ്ങുക എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് തിന്മകൾ ബിസ്മി കൊണ്ട് തുടങ്ങാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബിസ്മി കൊണ്ട് തുടങ്ങാൻ പാടില്ല എന്നല്ല, തിന്മ ചെയ്യാൻ തന്നെ പാടില്ല എന്നതാണല്ലോ സത്യം. പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. രണ്ടാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അവന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ നിന്ന് അവൻ വിശ്രമിക്കുന്നുണ്ടോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാ എന്ന് പറയാൻ അവന് സാധിക്കട്ടെ. വെറും ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അങ്ങനെ അത് മാത്രാണ് എന്ന് വിചാരിക്കരുത്. ഏതൊരു നന്മ തുടങ്ങിയിട്ട് നീ അവസാനിപ്പിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത് ചെയ്യാൻ എനിക്ക് ഇതുവരെ ആവശ്യമുള്ളതൊക്കെ തന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, അവനാണ് സർവസ്തുതിയും എന്ന നിലക്ക് അവൻ അതാ അൽഹംദുലില്ലാ എന്ന് പ്രഖ്യാപിക്കട്ടെ. ഖുർആനിന്റെ രണ്ടാമത്തെ ആയത്തും ഇത് തന്നെയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ മുറുകെ പിടിക്കേണ്ട ഏറ്റവും ബഹുമാനമുള്ള അമലുകളുടെ കൂട്ടത്തിൽ ഒരു അമലായി, കലിമത്തായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, മഹാനായ അബൂൽ സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്നാമതായി അവന്റെ ജീവിതത്തിൽ അവൻ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങണം. രണ്ടാമത്തത് അവൻ ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം. മൂന്നാമത്തത് മഹാനവർകൾ പറയാണ്, ഇത് ജറാ അലാ ലിസാനി മാ ലാ യഅനി, അവൻ ഇഷ്ടപ്പെടാത്തതും താല്പര്യപ്പെടാത്തതും അവൻ അറിയാതെയോ അവന്റെ വെറുപ്പിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ ദേഷ്യത്തിന്റെ കാഠിന്യം കൊണ്ടോ, അവന്റെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടോ, സാഹചര്യങ്ങളുടെ കാരണം കൊണ്ടോ എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ നാവ് കൊണ്ട്, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പറഞ്ഞു പോയാൽ, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് സംസാരിച്ചു പോയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അവൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന് മടിയില്ലാത്തവനാകട്ടെ. നീ നാളെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വേണ്ടി നീ പഠിച്ചു വെച്ചോ. അഞ്ചാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നീ കണ്ടുകെട്ടി പോയാൽ, നീ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുന്ന കാര്യങ്ങളെ കണ്ടുപോയാൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്റിനെ നീ പതിവാക്കിക്കോ. ആറാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഇദാ സബതു മുസീബത്തുൻ ഖാലു, എന്തെങ്കിലും മുസീബത്ത് വരികയാണെങ്കിൽ അവര് പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ ദിക്റിനെ അവര് പതിവാക്കട്ടെ. ഏഴാമത്തതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ലാ യസാലു യജ്രി അലാ ലിസാനി ഫിൽ ലൈലി വന്നഹാർ, ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ അടുത്തേക്ക് വന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. അബൂൽ സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയാണ്, മോനെ ഏത് പകലിലും ഏത് രാത്രിയിലും ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ മേൽ തഹ്ലീൽ ചൊല്ലുന്ന സ്വഭാവം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ജീവിതത്തിൽ പതിവാക്കിക്കോ. ഈ ഏഴ് സ്വഭാവം ഒരാളെ ജീവിതത്തിലുണ്ടോ, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ അത് മതിയായി പോയി. അതിൽ അവസാനത്തത് ഏഴാമത്തത് മാനവர்கள் പറഞ്ഞത് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ധാരാളം ചൊല്ലിക്കോ. എന്റെ വയലുകൾക്ക് ഈമാനുള്ള വിശ്വാസികളെ, എത്ര സമയം നമ്മൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നു, എന്തൊക്കെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു, ഏതൊക്കെ സമയങ്ങൾ നമ്മൾ വെറുതെ പഴാക്കി കളയുന്നു. ജീവിതത്തിലൊന്ന് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുമോ? അവസരം കിട്ടുമ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൽ മനസ്സിന് സമാധാനമാണ് കേട്ടോ, ഹൃദയങ്ങൾക്ക് ശാന്തിയാണ് കേട്ടോ, ജീവിത
ജീവിതത്തിൽ വല്ലാത്ത പദാനുഭൂതി ഉണ്ടാകാൻ ഈ ദിക്ർ കാരണമാണ് കേട്ടോ. ഒന്ന് പതിവാക്കി നോക്കൂ. വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ, ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന സമയങ്ങൾ, കുറെ തസ്ബീഹും പിടിച്ചിട്ട് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന സമയത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നാവ് കൊണ്ടൊന്ന് പറയാൻ, ഹൃദയം കൊണ്ടൊന്ന് സ്വാധീനം ചെലുത്താൻ, ഹൃദയത്തെ ഒന്ന് നിങ്ങൾ മാറ്റിയെടുത്തു നോക്കൂ. അതിലുണ്ടാകുന്ന അനുഭൂതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ 7 സ്വഭാവം ഒരാൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ശരീഫുൻ ഇൻദല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. വൽ മലായിക, മലക്കുകളുടെ അടുക്കൽ വലിയ ബഹുമാനമുള്ളവനാണ്. ഒരാവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. ഒരാവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ മാധുര്യം കിട്ടാൻ അത് കാരണമാണ്. അവന്റെ മരണവും ജീവിതവും അവന് ഖൈറാകാൻ അത് കാരണമായി പോയി. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാള്, 40 കൊല്ലത്തോളം തീൻ ആരാധിച്ച് ജീവിച്ചയാളാണ്. ആനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പോകുമ്പോ അയാൾ തീന്റെ അടുക്കൽ ഇങ്ങനെ തീൻ ആരാധിക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, തീനെയാണോ ആരാധിക്കുന്നത്? അപ്പൊ ഈ മനുഷ്യന്റെ മറുപടി, അതെ. കംസന, എത്ര കൊല്ലമായി? അപ്പൊ ഇയാളെ മറുപടി, 40 സന, 40 കൊല്ലായി ഞാൻ തീൻ ആരാധിച്ച് ജീവിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മോനെ, 40 കൊല്ലം നീ തീൻ ആരാധിച്ചിട്ട് നിന്റെ കൈയൊന്ന് ധൈര്യത്തിൽ തീര് വെക്കാൻ നിനക്ക് ധൈര്യം കിട്ടിയോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഇല്ല. നിങ്ങൾ ഈ തീൻ ആരാധിച്ചിട്ട്, തീനോട് പ്രാർത്ഥിച്ചിട്ട് ആ തീനെ തൊടാൻ പോലും നിങ്ങൾക്ക് കൈക്ക് കൊണ്ട് കഴിയുന്നില്ല അല്ലേ? ഇത്ര ആശക്തനാണോ നിങ്ങൾ ആരാധിക്കുന്നത്? എന്നാ എന്റെ ഒരു റബ്ബുണ്ടല്ലോ, എന്റെ ഒരു ഇലാഹുണ്ടല്ലോ. ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ് എന്നറിയോ? ഇന്നഹു വൽ ഗഫൂറുർ റഹീം. എത്ര കൊല്ലം നീ ചെയ്ത തെറ്റാണെങ്കിൽ പോലും പുറത്തു കൊടുക്കുന്നതിന് മടിയില്ലാത്ത, ചെലവില്ലാത്ത, ബേജാറില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത എന്റെയും നിന്റെയും സിട്ടാവായ റബ്ബിനെ നിനക്ക് പരിചയമുള്ളൂ. മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം ചോദിക്കേണ്ട താമസം നീ മജൂസിയുടെ ചോദ്യമാണ്. ഓ മൂസാ നബിയേ, എനിക്കാ പടച്ചവനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? 40 കൊല്ലം ഞാൻ ആരാധന എടുത്തിട്ട് എന്നെ പരിഗണിക്കാത്ത തീയേനേക്കാൾ ഒരൊറ്റ വാക്കുകൊണ്ട് എന്നെ പരിഗണിക്കൂ എന്ന് പറയുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുമോ? നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മൂസാ റസൂലുള്ളാഹ്. ഇത് നിങ്ങളങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ റബ്ബിന്റെ വഴിയിലേക്ക് കടന്നുപോയി. നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഈ ഒരൊറ്റ കലിമത്താനി മതിയായി പോയി. ഈ മജൂസിയായ മനുഷ്യൻ ഉറക്കെ അങ്ങ് ചൊല്ലിപ്പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മൂസാ റസൂലുള്ളാഹ്. ചൊല്ലിക്കഴിയേണ്ട താമസം അതാ ഒരു ശബ്ദം കേൾക്കുന്നു. ആ മജൂസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും അല്ലാഹ് പുറത്തുപോയി. കേൾക്കേണ്ട താമസം ഈ ഇരിക്കുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യൻ അവിടെ തന്നെ നിലത്തേക്ക് വിണങ്ങ് മരിച്ചുപോയി. ഈമാനിന്റെ രുചി അറിഞ്ഞപ്പോ അള്ളാഹുവിനോട് ഇതുവരെ ചെയ്ത ധിക്കാരത്തെ കുറിച്ച് ബോധം വന്നുപോയി. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ഞാനും നിങ്ങളും പ്രസവിച്ചത് മുതലേ ഇസ്ലാമിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചവരാ, ഇസ്ലാമിലേക്ക് കടക്കാൻ ഭാഗ്യം ലഭിച്ചവരാ, പ്രസവം കൊണ്ട് തന്നെ മുസ്ലിമായവരാ. ലോകത്തിന്റെ പല ദിക്കുകളിലും ഈ മുത്തല്ലിം യാത്ര ചെയ്യുമ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു മുസ്ലിമുകളെ കാണാൻ ഇടയാകാറുണ്ട്. അവരെ ഈമാൻ കാണുമ്പോ എനിക്ക് പേടി തോന്നാറുണ്ട്. അല്ലാ, അവർ ഇസ്ലാമിൽ വന്നിട്ടൊരു മാസമായിട്ടുള്ളൂ, ഒരു വർഷമായിട്ടുള്ളൂ, ഒരു ദിവസമായിട്ടുള്ളൂ, 4 ദിവസമായിട്ടുള്ളൂ. അവർക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം എത്ര അചഞ്ചലമാണ്. ആ റബ്ബിന്റെ മുന്നിൽ അതെന്തൊരു സമർപ്പിത ബോധമാണ്.
ജനിക്കുമ്പോ തന്നെ ഈമാൻ കിട്ടിയിട്ട് പോലും ആ റബ്ബിനെ ഒന്നറിയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെങ്കിൽ, ആ റബ്ബിലേക്ക് ലയിച്ചൊരു ജീവിതത്തിന് എനിക്ക് സാധിച്ചില്ലെങ്കിൽ, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നിമിഷങ്ങളെ സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിൽ, തഖ്വയിലധിഷ്ഠിതമായ സംസാരത്തിന് എനിക്ക് സാധിച്ചില്ലെങ്കിൽ, അള്ളാനെ പറയുമ്പോ കരയുന്ന കണ്ണുനീരെനിക്ക് കിട്ടിയില്ലെങ്കിൽ, അള്ളാനെ ഓർക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പെടയുന്ന ഹൃദയങ്ങൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു ഫസാദതുഹും ഈമാനാ, വയലുകളാകുന്ന വയല് കേൾക്കുമ്പോ വയലിന്റെ അഭിപ്രായം പറയാൻ നമ്മൾ ജോറാ, വയൽ കേട്ടിട്ട് നമ്മൾ ഈമാൻ അധികരിക്കുന്നില്ലെങ്കിൽ, റബ്ബിലേക്ക് അടുക്കാനുള്ള വഴിയിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പുതു മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ ഈമാൻ പോലും എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ നഷ്ടം പിടിച്ചവനാരാ? എന്നെക്കാൾ നഷ്ടം സമ്പാദിച്ചവനാരാ? മൂസാ നബി അലൈഹിസ്സലാമും ചിന്തിച്ചത് ഇത് തന്നെ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന നിമിഷം കൊണ്ട് മരിച്ചുപോയല്ലോ. യാ റബ്ബി, എന്റെ റബ്ബേ, എനിക്കറിയണം ഈ മജൂസി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയണം. മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുപോയി. ഇറങ്ങി വന്നിട്ട് പറയുന്നു, മൂസാ നബിയേ, അന്നഹു ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നുപോയി. വയല് കേൾക്കുന്ന മോമിനെ 40 70 മുസ്ലിമായി ജീവിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് പോരാ, തഖ്വയിലധിഷ്ഠിതമായ ജീവിതം വേണം, അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന ജീവിതം വേണം, റബ്ബിനെ ഭയപ്പെട്ട ജീവിതം വേണം. ദുന്യവിയായ ലോകത്ത് അനുഭവിക്കുന്ന എന്തെങ്കിലും ഭൗതികമായ സുഖം കാണുമ്പോ അല്ലാഹുവിനെ മറക്കുന്ന ഈമാൻ പോരാ. ഭൗതികമായ സന്തോഷങ്ങൾ കിട്ടുമ്പോ അള്ളാനെ മറക്കുന്ന ഈമാൻ പോരാ, ഇസ്ലാം മറക്കുന്ന മുസ്ലിമായാൽ പോരാ. റബ്ബിനെ ഭയപ്പെടുന്ന ഈമാൻ ഒരു സെക്കൻഡെങ്കിലും നമ്മൾ സമ്പാദിച്ചെടുക്കണം. അത് നമ്മളെ ജീവിതത്തിൽ വലിയ മുതൽ കൂട്ടാണ്. അതാണ് റബ്ബിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞത്, ലൈൻ ശകർതും ലസീദന്നകും, നിങ്ങൾ എത്രത്തോളം എന്നോട് നന്ദിയുള്ളവനാണോ ലസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ഏറ്റിത്തരുമെന്ന് ഖുർആൻ. ആ വഴിയിലേക്ക് കടക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരോട് കൂട്ടുകാരികളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പാപ്പമാരോട് ഉണർത്തി. പാവപ്പെട്ട മുത്തഅല്ലിമായ എന്നോട് 1 തവണ 2 തവണ 3 തവണ ഉണർത്തി. നിങ്ങളോട് ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ആ നിലക്ക് ഉപകരിക്കുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസിനെ നീ കബൂലാക്കി തരണേ അല്ലാ. ഞങ്ങളെ സർവ്വ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരമലായി ഞങ്ങളെ ഈ അമലും ഈ നാട്ടിലെ ചെറുപ്പക്കാരായ കൂട്ടുകാർ ഒരുമിച്ച് കൂട്ടി ഈ മജ്ലിസും അവർ ചെയ്യുന്ന നന്മകളും ഞങ്ങൾ ചെയ്യുന്ന നന്മകളും നീ കബൂലാക്കി തരണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ദുനിയാവിന്റെ താഴ്ന്ന പ്രവർത്തനങ്ങളായി ഞങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളെ ഒന്നും നീ അധപ്പതിപ്പിക്കരുത് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഈ ഖാഖിബത്തുനിന്ന് നന്നായി മരിക്കലാണ് അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ച് മരിക്കുന്ന സ്വാലിഹീകളെ പട്ടികയിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അതിന് ഞങ്ങളെ വയലുകൾ നീ കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ വയല് കേൾക്കുന്ന മുഅ്മിനീങ്ങൾക്കും നീ അത് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വയലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളെ ഓൺലൈനിൽ ദിവസവും കാത്തിരുന്ന് വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാ, ഒരാൾക്കും ഞാൻ ഓൺലൈനിൽ മറുപടി കൊടുക്കാറില്ല, ഒരാളുടെ ഓൺലൈനും ഞാൻ ശ്രദ്ധിക്കാറില്ല, ഒരു വസംഗത്തിന്റെ അടിയിലും ഞാൻ വായിച്ചു നോക്കാറില്ല. വലിയ പ്രതീക്ഷയോടുകൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, പ്രയാസങ്ങളെ പറയുന്നവർ, ബുദ്ധിമുട്ടുകൾ പറയുന്നവർ, അവരെ ഒന്നും ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കാൻ ഞാൻ അവരെ റബ്ബല്ലല്ലോ. റബ്ബായ നിന്നിലേക്ക് അടിയങ്ങളായ ഞങ്ങൾ ഉയർത്തിയ കൈ നീ സ്വീകരിക്കണേ അല്ലാ. അവരിലോ ഞങ്ങളിലോ എന്ത് പ്രയാസം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, അനുഭവിക്കാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നവർ, ആത്മാവിൽ കെട്ടിക്കിടക്കുന്നവർ നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങൾ
ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ കൊണ്ടോ ഞങ്ങളെ മക്കളെ കൊണ്ടോ ഞങ്ങളെ ഭാര്യമാരെ കൊണ്ടോ ഞങ്ങളെ ജേഷ്ഠാനുജന്മാരെ കൊണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെ കൊണ്ട് ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്കോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കോ ഞങ്ങളെ ഉപ്പാപ്പമാർക്കോ ഖബറിലോ ദുനിയാവിലോ ഒരു വേദനയും നൽകല്ല അല്ലാ. ക്യാൻസർ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ഇന്നില്ലാത്തവരായി വിധി എഴുതല്ല അല്ലാ. റോഡിൽ കടന്ന് പടഞ്ഞു മരിക്കുന്ന അവസ്ഥ തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം നീ ഓശാരം നൽകണേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്‌ലിസാക്കരുത് അല്ലാ. ഈ നാട്ടിലെ കരളിന്റെ കഷ്ണങ്ങളായ തഖ്വയുടെ പേരിൽ ഒത്തുചേർന്ന ചെറുപ്പക്കാർ ഒത്തുചേർന്ന പരിപാടികൾ അല്ലാ, അവർക്ക് നീ ഖൈർ ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരെ നന്മ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നീ ഈമാനിനേറ്റി തരണേ അല്ലാ. തഖ്വയുടെ ഒത്തുചേർന്ന് ഞങ്ങൾക്ക് തഖ്വ അധികരിക്കാൻ ഞങ്ങളെ കൂട്ടായ്മ നീ കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ ഈമാൻ നീ ഏറ്റിത്തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين.